പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. അതായത് ഞാൻ എപ്പോഴും പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയും മതങ്ങളെയാണ്. കാരണം ഇവരാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് ഒന്നും ഉടുക്കാൻ പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന രണ്ട് ഗ്രൂപ്പുകളാണ് രാഷ്ട്രീയവും മതങ്ങളും. മതത്തിൻ്റെ മേലാളന്മാർ. അത് ആദ്യം തന്നെ KC വേണുഗോപാൽ ഈയിടെ ഒരു പ്രസ്താവന ഇറക്കി. ഞങ്ങളുടെ ഈ കാശില്ല, കേരളമില്ല, കേന്ദ്രമില്ല. ഞാൻ KC വേണുഗോപാലിനോട് ചോദിക്കട്ടെ, നിങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് കാശില്ലയോ? ഈ കരിമണൽ കർത്തയുടെ ഇന്ന് കൈമടക്ക് മേടിച്ച കൂട്ടത്തിൽ കോൺഗ്രസിലെ പല നേതാക്കന്മാരുമുണ്ട്. അവരോട് ചോദിച്ചപ്പോഴെല്ലാം പാർട്ടിക്ക് വേണ്ടി മേടിച്ചതാണെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഈ കാശിൻ്റെ അവിടെ പോയി? പോട്ടെ, മതങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതം മനുഷ്യനെ വിട്ടിയാക്കി സുഖമായി മതമേലധ്യക്ഷന്മാരും മതത്തിൻ്റെ തലപ്പുറത്തുള്ളവരും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ രണ്ട് കൂട്ടരും പൊതുജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഭാവി അവരുടെ പോയി എന്നുള്ള അവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ദിവസേന ഓരോ തരികളെ ഇറക്കിക്കൊണ്ടിരിക്കുക. കേരളത്തിൽ സമാധാനമുണ്ടോ? ഇന്നൊരുത്തരെ ഒന്ന് കാണുന്നു, അത് ഒരു വഴിക്ക് ഒരു സമയത്ത് പോകുന്നു, അത് തിരിച്ചു വരുന്നു, എല്ലാം വരുന്നു, വേറൊരു വഴിക്ക് പോകുന്നു. എല്ലാം അനീതി തന്നെ, അനീതി. ഇതാർക്കെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ചോദിക്കാനും പറയാനും വരാം. പിന്നെ ഞാൻ 2 ദിവസത്തേക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തു. ഞാനൊരു വിവാഹത്തിൽ സംബന്ധിക്കാനായിട്ട് ഒരു ദേവാലയത്തിൽ പോയി. ഒരു 3/4 മണിക്കൂർ മുമ്പേ ഞാൻ അവിടെ ചെന്നു. പള്ളിക്കകത്തെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അവിടെ ഒരു മെത്രാൻ ഉണ്ടായിരുന്നു. മെത്രാൻ ആ വിവാഹം നടത്തിയത്. ആ മെത്രാൻ അവിടെ കുറച്ച് സമയം പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഇവിടെ ചൊല്ലുന്ന ചൊല്ലുകളുടെയോ പാട്ടുകളുടെയോ ഒന്നും അർത്ഥം എനിക്കറിയത്തില്ല. ഞാൻ നേരത്തെ പല മെത്രാന്മാരോടും, അതായത് തിരുമേനിമാരോട്, തിരുമേനിമാരോട് ചോദിച്ചു, അവർക്കും അറിയത്തില്ല. അപ്പോൾ എന്തുവാ, ഇവർ കണ്ണടച്ച് അവിടെ ഉള്ളത് വായിക്കുന്നത് മാത്രമാണ്. അതിനകത്ത് എന്തോ അർത്ഥമൊന്നും അറിയില്ല. അത് തന്നെയാണ് ഇപ്പോൾ ശബരിമലയിൽ തന്ത്രിയും കണ്ടൊരു മോഹനനെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒന്നും അറിയത്തില്ല. എന്താ അവിടെ ചൊല്ലേണ്ടത്, എന്തൊക്കെയാണെന്ന് പോലും. ഇതാണ് ഇന്നത്തെ ലോകത്തെ മതങ്ങൾ. രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പനെ വിറ്റേച്ചാണെങ്കിലും അപ്പനെ കൊന്നേച്ചാണെങ്കിലും ആ സ്ഥാനം കയറിയേക്കും. അപ്പനെ കൊന്നവൻ്റെ കൂടെ തന്നെ മോനും പോയി ചേരും. ഇത് ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടി ഓരോരുത്തരും തൻ്റേതായ ഒരു വ്യക്തിത്വം പുലർത്താൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിവില്ല. എല്ലാവരും കാശിനും പദവിക്കും വേണ്ടി മാത്രം. ഇന്നിപ്പോഴേ ജപമാല, ഏതായാലും കത്തോലിക്ക സഭ മുതിർന്ന ഒരു സഭയാണ്. ഞാൻ പറഞ്ഞു, ഇത്രയും അതിശയം നടക്കുന്ന ഒരു സഭ വേറെ ഇല്ല. ആദ്യം തന്നെ പറയാം, കത്തോലിക്കർക്ക് ആർക്കെങ്കിലും എനിക്ക് മറുപടി തരാമോ? കത്തോലിക്കയിലെ പോപ്പിനെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അവിടെ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും കത്തോലിക്കയിലെ കർദിനാളോ ഏതെങ്കിലും ആർക്കെങ്കിലും പറയാമോ അവിടെ നടക്കുന്ന അതിശയത്തെക്കുറിച്ച്? പറ. ഈ ജപമാല പാലപ്പുഴ ഒരു ഇതുണ്ട്. അവിടെ അതിശയങ്ങളുടെ പുറത്ത് അതിശയ പെണ്ണുങ്ങളാണ് എല്ലായിടത്തും ഉള്ളതെന്നാണ്. അവർക്ക് കൂടെ അതിശയം നടക്കത്തുള്ളൂ. കാരണം സാത്താൻ ഏറ്റവും എളുപ്പം
പ്രവേശിക്കുന്ന പെണ്ണുങ്ങളില്ല. അത് അതിൽ തന്നെ ഹവ്വ എടുത്ത ആ പാമ്പ്, ആ പാമ്പിൻ്റെ രൂപത്തിൽ ചെന്ന് അതുപോലെയാണ് ഇന്നും ലോകത്തിൽ പെണ്ണുങ്ങളെടുത്താണ് എല്ലാ അതിശയങ്ങളും നടക്കുന്നത്. ഇന്നൊരു ഒരു പെണ്ണല്ലാതെ നമ്മുടെ ഒരു കന്യാസ്ത്രീയാണ്. കന്യാസ്ത്രീയെ കുറിച്ച് ഞാൻ പറയാം. ഒരു കന്യാസ്ത്രീ പറയാ, ജപമാലയിൽ കൂടി നമ്മൾ മാതാവിൻ്റെ കൈ പിടിക്കുന്ന, മാതാവ് നമ്മുടെ കൈ പിടിക്കുന്നു. ഈ ജപമാല എവിടുന്നുണ്ടായതാ? ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഈ ഒരു ക്രിസ്തീയ സഭയും ബൈബിൾ എടുക്കുന്നില്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല ചെയ്യുന്നത്. വെറുതെയൊക്കെ ഒടുക്കലത്തെ അവർക്ക് തോന്നിയതൊക്കെ നടത്തുകയാണ് സഭകളിൽ. ജപമാല എവിടുന്നുണ്ടായാലും നിനക്ക് ഏത് പോപ്പ് ഉണ്ടാക്കി തന്ന ജപമാലയുടെ ഉദ്ദേശം എന്തുവാ? നിന്നോട് ഏത് ദൈവം പറഞ്ഞു ജപമാല ജപിക്കണമെന്ന്? അറിയാൻ ചോദിച്ചതാ. ജപമാല പിടിക്കുമ്പോൾ മറ്റിടത്ത് അമ്മ പിടിക്കും, മറ്റിടത്ത് ഞാൻ പിടിക്കും. എന്തൊക്കെയായി തമാശ. എനിക്കില്ല. എന്തിന് ഇവരെ പറയുന്നു? ഓർത്തസഭയിലെ ഒരു പ്രവാചിയുടെ വലത്ത് കയ്യിൽ പോലും കൊന്തയുണ്ട്. അതിൻ്റെ അറ്റത്ത് കുരിശുണ്ട്. കത്തോലിക്കരുടെ കൊന്തയല്ല ഇത്, വേറെ കൊന്ത, ഒരു കറുത്ത മുത്ത. അത് ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല. മക്കളെ, ഇത് ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഇതിൻ്റെ പുറകെ പോകരുത്. പൊതുജനങ്ങളോടാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെ പുറകെ പോയി നിങ്ങൾ തന്നുകൊണ്ടും വെട്ടുകൊണ്ട് ചാകരുത്. ഒരു നേതാക്കന്മാരോ അല്ല ഒരു മത മേലധികാരികളോ അവർക്കൊന്നും സംഭവിക്കുന്നില്ല. ഇതും വിഷം കൊണ്ട് തളിച്ച് നശിപ്പിച്ച ആഹാരങ്ങൾ മാർക്കറ്റിൽ വരുന്നത് കഴിക്കുന്നത് നമ്മൾ പാവം പിടിച്ച ജനങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റവർക്കൊക്കെ അവരുടെ വീടുകളിൽ സാധനങ്ങൾ അവിടെ വരും, അവരറിയാതെ തന്നെ. അറിയാമോ? നിങ്ങളിതൊന്നും കാണുന്നില്ല. നമുക്ക് എനിക്ക് പറയാനുള്ള, പാവം പിടിച്ച മനുഷ്യൻ അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുക. രാഷ്ട്രീയവും മതവും അതിൻ്റെ വഴിക്ക് പോട്ടെ. ഈ ഒരു പുരോഹിതൻ വന്ന് 3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ധൂക്കുറ്റി വീശിയില്ലേ ഒരു ഡെഡ് ബോഡി കല്ലറയിലോട്ട് പോകത്തില്ലയോ? ആ ധൂപക്കുറ്റി വീശിയതിൻ്റെ അർത്ഥം എന്തുവാ? ജീവനറ്റ ശരീരമാണ്. ആത്മാവ് പോയി കഴിഞ്ഞു. അവിടെ ഇവരുടെ ഡ്രാമ വേണ്ട. ഓർത്തസഭയിലുള്ള വലിയൊരു വെച്ചുകെട്ട ഒരാൾ മരിച്ചാൽ ആ വീട്ടിൽ ഏതെങ്കിലും ഒരു മുറിയിൽ ഒരു കട്ടിലിട്ടിട്ട് വെള്ളം വിരിച്ചിട്ടേക്കും. അതിൻ്റെ പുറത്ത് ഓർത്തസഭ വെക്കുന്ന എന്താ? ഒരു വിശുദ്ധ ബൈബിൾ. കണ്ടോ? വിശുദ്ധ ബൈബിൾ, ജീവന്റെ വചനമുള്ള വിശുദ്ധ ബൈബിളിനെ ഒരു മൃതശരീരമാക്കി മാറ്റാൻ കഴിവുള്ള സഭ ഓർത്തസഭയുള്ളൂ. എന്താ നിങ്ങൾക്ക് ആ മരിച്ച ആളിൻ്റെ ഒരു ഫോട്ടോ അവിടെ വെച്ച പോരായോ? അതോ ഈ ബൈബിൾ വെച്ചുകൊണ്ട് എന്താ പ്രയോജനം? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കുഞ്ഞുങ്ങളെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ലോകം അന്ത്യകാലത്തിലേക്കൊന്നല്ല, നമ്മുടെ പ്രവൃത്തികൾ നമ്മളെ അന്ത്യകാലത്തിലേക്ക് കൊണ്ടൊന്നും അല്ലാതെ ഒന്നുമല്ല. ദൈവം നിശ്ചയിച്ച സമയമായിട്ടില്ല. അതിന് മുമ്പേ നമ്മൾ ഈ ലോകത്തെ അന്ത്യം കാണും. ഇപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ.